ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇളനീർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കിയേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു 3 ഇളനീരുടെ കാമ്പ് എടുത്ത് വെച്ചിരുന്നു. അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് മുഴുവനും ഒന്നിച്ച് പോവെങ്കിൽ ഒന്നിച്ചിടുക, അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിൽ പാലെടുത്തിട്ടുണ്ട്. അതും കൃത്യമായ അളവൊന്നുമില്ല, ആവശ്യത്തിനനുസരിച്ചുള്ള പാല് ഉള്ളതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഒഴിച്ചത് ഇളനീറിൻ്റെ വെള്ളമാണ്. അത് 1 കപ്പ്. നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ നേർത്തതാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഇപ്പോൾ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂണ്, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, ഇത് എല്ലാം കൂടിയും കൂട്ടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെ ഒന്ന് കടിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതാണ് അരിച്ചെടുക്കേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണേൽ കഴിക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ട് ഞാനിതിപ്പോൾ ഒരു ഭാഗത്ത് വെള്ള കളറിലുള്ള പായസവും മറ്റേതിൽ കുറച്ച് ശർക്കര, ഒരു 2 ആണി ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ശർക്കര പായസമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ടേസ്റ്റ് ഉള്ളവർക്ക് ഏതാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇഷ്ടമുള്ളത് എന്താണോ അതുപോലെ ചെയ്തെടുത്താൽ മതി. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഞാൻ ഈ ഇളനീരുടെ തൊണ്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒഴിച്ചത് ശർക്കര ഒഴിച്ച പായസമാണ്. പിന്നീടുള്ളത് വെള്ള കളറിലുള്ള പായസമാണ്, ശർക്കര ഒഴിക്കാത്ത. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസൊക്കെ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും. പിന്നീട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച അതിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.